الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وخلق الإنسان ضعيفا ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ് അഥവാ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവന്റെ വിധിവിലക്കുകൾ പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ സഹാബി ഇക്രിമ റഹ്മത്തുള്ളാഹി അദ്ദേഹം പ്രവാചകനിൽ വിശ്വസിക്കാത്ത ഒരു സന്ദർഭത്തില് അള്ളാന്റെ റസൂലിനെ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി നാട് വിട്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെ നാട് വിട്ടുപോകാൻ വേണ്ടി കപ്പലിൽ കയറി വേറെ ഏതോ ഒരു രാജ്യത്തേക്ക് പോകണം എന്ന ഉദ്ദേശത്തിലാണ് ഇക്രിമ കപ്പലിൽ കയറിയത്. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് മക്കത്ത് ഇനി ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം പോയത്. പക്ഷെ വഴിയിൽ കാറ്റിലും കോളിലുമൊക്കെ കപ്പൽ നിയന്ത്രണം വിട്ട് അദ്ദേഹം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾക്കൊന്നും ഈ കപ്പലിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ബോധ്യം വന്നു. അദ്ദേഹം ആ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ, അദ്ദേഹത്തിന്റെ നിസ്സഹായാവസ്ഥയുടെ ഘട്ടത്തിൽ അദ്ദേഹം ഒരു തിരിച്ചറിവ് കിട്ടുകയാണ്. ഇവിടെ നിന്നാൽ ഞാൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുകയും ആ പ്രവാചകന്റെ കൂടെ നിൽക്കുകയും ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നോക്കൂ, ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് ചില ആളുകൾക്ക് ബോധം വരിക എന്താണ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യമെന്നും എവിടേക്കാണ് നമ്മൾ പോകേണ്ടതെന്നും എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെയുള്ള ഒരു ബോധം മനുഷ്യന് വരുന്നത് ചില നിസ്സഹായാവസ്ഥയുടെ ഘട്ടത്തിലാണ്. അങ്ങനെയുള്ള ഒരുപാട് നിസ്സഹായാവസ്ഥകൾ നമ്മുടെ മുമ്പിൽ ഇന്നും നമ്മൾ കാണുകയാണ്. മനുഷ്യന് ദുർബലനാണ്, അവരൊന്നും ചെയ്യാൻ കഴിയാത്ത ചില രംഗങ്ങളുണ്ട്. എല്ലാ നിലക്കും അധികാരവും പവറും വിവരസാങ്കേതിക വിദ്യയും ഒക്കെ ഉണ്ട് എന്ന് പറയുന്ന നമ്മളും പലപ്പോഴും നമ്മളും നിസ്സഹായാവസ്ഥ ബോധ്യപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ കൈമലർത്തുന്ന
എത്രയോ രംഗങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇപ്പൊ ഈ അടുത്ത് നമ്മൾ അമേരിക്കയിലൊക്കെ കണ്ട തീയുടെ സന്ദർഭത്തിലും എല്ലാ കഴിവും എല്ലാ മികവുമുള്ള ആ ഒരു സമൂഹത്തിന് പോലും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറം, അല്ല ഞങ്ങളുടെ സാങ്കേതിക വിദ്യകൾക്കും അപ്പുറം ഇവിടെ പലതും ഉണ്ട് എന്ന ബോധ്യം ചില ആളുകൾക്ക് ഉണ്ടായി എന്നതാണ്. ഞങ്ങളാണ് എല്ലാത്തിനും കഴിവുള്ളവർ. ഒരു ഇല അനങ്ങണമെങ്കിൽ ഞങ്ങൾ അറിയണം എന്ന് പറഞ്ഞ ആളുകൾ വരെ അവരുടെ നിസ്സഹായാവസ്ഥ ബോധ്യപ്പെടുന്ന രംഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. അതിന് ഈ ഒരു രംഗത്ത് നമുക്കൊക്കെ വരേണ്ട ഒരു ചിന്ത അതാണ്. അത് ഒരു സമൂഹത്തിന് ഇനി നമ്മളിലേക്ക് വന്ന് നോക്കൂ. ചില അസുഖങ്ങൾ വരുമ്പോ ഡോക്ടർമാര് പറയും, ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുകയല്ലാതെ രക്ഷയില്ല. അവരുടെ വൈദ്യശാസ്ത്രത്തില് അവർ പഠിച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾക്കപ്പുറമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിലും മനുഷ്യന്റെ സാമൂഹികമായ ക്രമത്തിലും ലോകത്തുമൊക്കെ നമ്മൾ നിസ്സഹായരാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ഉൾക്കൊള്ളേണ്ട പാടെന്താ? നമ്മൾ ചില പാഠങ്ങൾ ഈ ഒരു സംഗതികളിൽ നിന്നൊക്കെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ദുർബലനായിട്ടാണ് എന്ന് പറയുമ്പോൾ ആ ദുർബലത നമ്മൾ ഉൾക്കൊള്ളുകയും എന്നിട്ട് ആ ദുർബലനായ മനുഷ്യൻ എന്ത് ചെയ്യണം? അഹങ്കാരം വെടിഞ്ഞ് വിനയാന്വിതനായി ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിലേക്ക് മടങ്ങണം എന്നതാണ്. അതായത് അള്ളാഹുവിനെ പറ്റിയുള്ള ഒരു ബോധ്യം മനുഷ്യനുണ്ടാകണം. നമ്മളെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമുക്ക് വേണ്ട എല്ലാം ഒരുക്കി തന്ന റബ്ബ്, ആ റബ്ബിനെ സംബന്ധിച്ചുള്ള ഒരു ബോധ്യം നമ്മളിൽ എത്രത്തോളം ഉണ്ടാവുന്നുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെയും ഭൂമിയെയും അതുപോലെ അതിലുള്ള സകല വസ്തുക്കളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആ റബ്ബിനെ ഉൾക്കൊള്ളാൻ, മനസ്സിലാക്കാൻ, ആ റബ്ബിലേക്ക് മടങ്ങാൻ ഞാൻ എത്രത്തോളം ശ്രമിക്കുന്നുണ്ട് എന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം വാർത്തകൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ചിന്തയാണ്. പലപ്പോഴും നമ്മൾ റബ്ബിനെ മറക്കുന്ന ആളുകളാണ്. നമ്മൾ ആലോചിക്കും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റബ്ബിനെ മറക്കുന്ന എത്രയോ രംഗങ്ങളില്ലേ? അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ദിക്ർ, പ്രാർത്ഥനകൾ നിങ്ങൾ പതിവായി നിർവഹിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരമൊരു രംഗങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മൾ പോലും ആ ഒരു സംഭവങ്ങൾ വായിച്ച് തള്ളി എന്നല്ലാതെ അള്ളാഹുവേ ഞാൻ എത്ര ദുർബലനാണ്, അതുകൊണ്ട് റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ എന്ന് വിളിച്ചുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങാൻ, എന്നിട്ട് റബ്ബിന്റെ അടുക്കലേക്ക് കൂടുതൽ കൂടുതൽ പശ്ചാത്തപിച്ച് മടങ്ങാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്നതാണ് ഒന്നാമത്തെ ചിന്ത. രണ്ട്, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ നമ്മൾ മറക്കാൻ പാടില്ല. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് ഓർക്കണം നിരന്തരമായി. ഇത്തരം സന്ദർഭങ്ങളിലാണ് നമുക്ക് അതിനെ സംബന്ധിച്ചുള്ള ഒരു ബോധ്യം വരേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളും, ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, മുഴുവൻ വസ്തുക്കളും നിങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹു സംവിധാനിച്ചു തന്നത്. അപ്പൊ അങ്ങനെ സംവിധാനിച്ചു തന്ന നാഥൻ നമുക്ക് ഓരോരുത്തർക്കും ഓരോ നിരക്കുള്ള സംഗതികൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ വ്യത്യസ്തമാണ്. അത് ആരോഗ്യമുള്ള എത്ര ആൾക്കാരുണ്ട്, സാമ്പത്തികമായ ശേഷിയുള്ള കുറെ ആളുകളുണ്ട്, ജോലി സംബന്ധമായ അനുഗ്രഹീതരായ ആളുകളുണ്ട്, കുടുംബപരമായ നല്ല അവസ്ഥ ഉള്ള ആളുകളുണ്ട്. ഇങ്ങനെ നമ്മളെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത്.
അപ്പൊ ആ അനുഗ്രഹങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഓർത്ത് അള്ളാഹുവിനോട് ശുക്ർ പറയുന്നതിൽ എത്രമാത്രം നമ്മൾ എത്രമാത്രം ജാഗ്രത ആ വിഷയത്തിലുണ്ട്. നമ്മളിന്ന് രാവിലെ എഴുന്നേറ്റപ്പോ അള്ളാഹുവിന്റെ അപാരമായ ഒരു അനുഗ്രഹം നമുക്കുണ്ടായി, എഴുന്നേൽക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. എത്ര ആളുകൾ ആ എഴുന്നേൽക്കുന്ന സമയത്ത് പടച്ചതമ്പുരാനെ അൽഹംദുലില്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞു. അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ഇതുവരെ എത്തി, പള്ളിയിൽ വന്ന് ഇരുന്നു. അൽഹംദുലില്ലാഹ്. ഏതിലൂടെയൊക്കെയാണ് നമ്മൾ പോയത്? എത്ര അപകടം പിടിച്ച വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചു. പക്ഷെ നമുക്ക് ആ അപകടങ്ങൾ പിടിച്ച വഴിയിലൂടെ ഒക്കെ സഞ്ചരിച്ച് നമ്മൾ ഇവിടെ എത്തിയിട്ടും അള്ളാഹുവിനെ നമ്മൾ മറക്കുന്നുവോ? നാം ആലോചിച്ചു. അതല്ല, ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ച അൽഹംദുലില്ലാഹ്, ഇതിനൊക്കെ അള്ളാഹു എനിക്ക് ഒരു അവസരം ഉണ്ടാക്കി തന്നു എന്ന രൂപത്തിൽ അള്ളാഹുവിന് ശുക്ർ രേഖപ്പെടുത്തിയ ആളുകൾ എത്ര ഉണ്ടാകും എന്ന് നമ്മൾ ഓർത്തു നോക്കാം. അപ്പം നമുക്ക് വരേണ്ട രണ്ടാമത്തെ ഒരു ചിന്ത, ഞാൻ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നുണ്ടോ എന്നതാണ്. എത്ര മനുഷ്യരെ ബുദ്ധിമുട്ടുന്നത്, എന്തൊക്കെ പ്രയാസങ്ങളാണ് മനുഷ്യർക്ക് അനുഭവിക്കുന്നത്, എത്ര രൂപത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് മനുഷ്യ സമൂഹം പോകുന്നത്. അൽഹംദുലില്ലാഹ്, എനിക്ക് ഇങ്ങനെ ജീവിക്കാനുള്ള ഒരു അവസരം അള്ളാഹു നൽകിയല്ലോ എന്നോർത്തുകൊണ്ട് അള്ളാഹുവിന് ശുക്ർ രേഖപ്പെടുത്താൻ നമ്മൾ തയ്യാറാവണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ, അങ്ങനെ എങ്ങാനും നിങ്ങൾ ശുക്ർ രേഖപ്പെടുത്താൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് നാം വർദ്ധിപ്പിച്ചു തരും. وَإِذْ تَأَذَّنَ رَبُّكُمْ لَئِنْ شَكَرْتُمْ لَأَزِيدَنَّكُمْ وَلَئِنْ كَفَرْتُمْ إِنَّ عَذَابِي لَشَدീദ്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹ് പറയണം, നിങ്ങൾ ഇതൊക്കെ ചുറ്റുവട്ടത്തിലും ഈ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടേണ്ട ഒന്ന്, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ്. അതുകൊണ്ട് എന്തെങ്കിലും തകരാറുണ്ടോ? ഇല്ല, നിങ്ങൾക്ക് ലാഭേണ്ടോ. ഇത് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും, നിങ്ങൾ നന്ദി കാണിച്ചാൽ ലഅസീദന്നകും, ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. വലഇൻ കഫർതും, ഇനി നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ ഇന്ന അദാബി ലശദീദ്, അള്ളാഹുവിന്റെ ശിക്ഷ അതികഠിനമായിരിക്കും എന്നതാണ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്ന ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. അങ്ങനെ നിഷേധിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടെങ്കിൽ ഉറപ്പാണ് അനുഗ്രഹങ്ങൾക്ക് നിഷേധാത്മകമായ ഒരു സമീപനം നമ്മൾ കാണിച്ചു തുടങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് നമ്മളെ ജീവിതത്തെ ഒരു കുടുസതയും ഇടുക്കവും ഉള്ളിടത്തേക്ക് അല്ലാഹു കൊണ്ടുപോകും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലു അന്ന അഖിൽ ഖുറാ ആമനു വത്തഖു ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർളി വലാകിൻ കദ്ദബു ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. നിങ്ങളെങ്ങാനും അല്ലാഹു പറയാണ്, വലു അന്ന അഖിൽ ഖുറാ, ഒരു ഗ്രാമത്തിലെ ആളുകൾ അവർ ആമനു വിശ്വസിക്കുകയും വത്തഖു അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്, ആകാശഭൂമികൾക്കിടയിൽ നിന്ന് അവർക്ക് അള്ളാഹു ബറക്കത്ത് ചൊരിഞ്ഞു കൊടുക്കുന്ന. എന്നാൽ അതിന് നിഷേധം ഉണ്ടായാലോ, വലാകിൻ കദ്ദബു, കളവാക്കുകയും അങ്ങനെ അതിനെ നിഷേധിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടികൂടുക തന്നെ ചെയ്യും എന്നാണ്. അപ്പോ രണ്ടാമതായി നമ്മൾ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട ഒരു പാഠാണ്. മൂന്നാമത്തത്, നമ്മൾ തിന്മകളൊക്കെ അവസാനിപ്പിക്കണം. ചെറിയ ചെറിയ നിസ്സാരമായ തിന്മകൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന സംഗതികൾ വരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു ശ്രമം ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകണം. ചെറുതല്ലേ, അതൊക്കെ ഇപ്പൊ എന്താ എന്ന് വിചാരിച്ചുകൊണ്ട് ചെറിയ ചെറിയ തിന്മകൾ, ഇനി സംസാരത്തിൽ കളവ് പറയുക, സംസാരത്തിൽ കളവ് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ ആളുകളെ പറ്റിക്കുന്ന ആളുകൾ, വഞ്ചിക്കുന്ന ആളുകൾ, അങ്ങനെ പലതരത്തിലുള്ള ഇസ്ലാം വിരോധിച്ച സംഗതികൾ ചെയ്യുന്ന ആ ഒരു അവസ്ഥ നമ്മൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഓർക്കുക, അതൊക്കെ ഒഴിവാക്കണം. കാരണം ഇത് നിസ്സാരമായ ജീവിതമാണ്.
ഇതല്ല, ഇതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു ജീവിതം എനിക്കുണ്ട്. അതാണ് എന്നെ ഇങ്ങനെ ബോധ്യപ്പെടുത്തുന്നത്, ചുറ്റുവട്ടത്തിലും ബോധ്യപ്പെടുന്നത്. അത് തീരട്ടെ, ഇത് തീരാൻ ഈ ദുനിയാവ് കുറച്ചേ ഉള്ളൂ. ആഖിറത്താണ് ഖൈറുൻ അബ്ഖയും, ഏറ്റവും എന്നും നിലനിൽക്കുന്നതും ഏറ്റവും ഉത്തമമായതും എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ. അപ്പൊ ആ ഒരു ബോധ്യപ്പെടുത്തൽ വരുമ്പോ നമുക്ക് ചെയ്യേണ്ട എന്താ? നമ്മൾ എന്തെങ്കിലുമൊക്കെ തിന്മകൾ എന്റെ ഭാഗത്തുണ്ടോ, ഞാൻ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഭൂമിയിൽ ശ്രദ്ധിക്കുന്നുണ്ടോ, എന്റെ സംസാരത്തിലൂടെ ആളുകളെ വേദനിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആളുകളെ തമ്മിൽ അടിപിടി കൂടിക്കുന്നുണ്ടോ, എന്റെ എഴുത്തിലൂടെ അങ്ങനെ തുടങ്ങി ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഭൂമിക്ക് തന്നെ നാശമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന ഒരു ബോധ്യം നമുക്ക് ഈ സന്ദർഭത്തിൽ ഉണ്ടാകും. ജനങ്ങളുടെ കൈകൾ മുഖേനയാണ് കരയിലും കടലിലും ഒക്കെ ഫസാദുകൾ ഉണ്ടാകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉണർത്തുകയാണ്. അപ്പൊ നമ്മുടെ പ്രവർത്തനം കാരണം തന്നെ ഇവിടെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടത്, എന്റെ കരങ്ങളെ കൊണ്ട്, എന്റെ സംസാരം കൊണ്ട്, എന്റെ പ്രവൃത്തി കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ഞാൻ അത് ഒഴിവാക്കണം എന്ന തരത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി. ഇതിനൊക്കെ ഒരു പരിഹാരം നമുക്കിത്, ഈ ഒരു സംഗതികളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത്. ഇനി ഇത്തരം സന്ദർഭങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ, നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമനായി തീരാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കാര്യം അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്. ഇതിനൊക്കെ ഒരു പ്രതിവിധി എന്താ? അള്ളാഹുവിനോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത്? അള്ളാഹുവേ, എന്റെ പാപങ്ങൾ, ഞാൻ ചെയ്യുന്ന എന്റെ കരങ്ങൾ മുഖേന, ഒരു പക്ഷേ എന്റെ സംസാരം മുഖേന, അല്ലെങ്കിൽ എന്റെ പ്രവൃത്തി മുഖേനയൊക്കെ മറ്റു ആളുകൾക്ക് പ്രയാസം ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ നിന്നെ മറന്നു പോകുന്ന രംഗങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാവും. നിന്നെ ഭയപ്പെടാത്ത, നിന്നെ ഓർക്കാത്ത രംഗങ്ങൾ എന്നിലുണ്ടാവും. ഇതിനൊക്കെ ഒരു പരിഹാരം എന്താ? നിങ്ങൾക്ക് ഒന്നുകൂടി മനുഷ്യനാണ്. എന്റെ പരിഹാരം എന്താ? പരിഹാരം എന്ന് പറയുന്നത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 2 സംരക്ഷണ വലയങ്ങളുണ്ട്. അതിലൊന്ന് ഉയർത്തപ്പെട്ടു എന്നാണ്. കാന ഫിൽ അർളി അമാനാനി മിൻ അദാബില്ലാഹ് ഫയുർഫഉ അഹദുഹുമാ ഫദൂനകുമുൽ ആഖർ. ഒന്ന് ഉയർത്തപ്പെട്ടു, മറ്റൊന്ന് ഇവിടെ ഉണ്ട് എന്നാണ്. ഉയർത്തപ്പെട്ട ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അമൽ ബാഖി മിൻഹുമാ ഫൽ ഇസ്തിഗ്ഫാർ എന്നാണ്. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ, അള്ളാഹുവിനെ മറക്കുന്ന, അനുഗ്രഹങ്ങളെ വിസ്മരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ, നമ്മുടെ കരങ്ങളെ കൊണ്ട് തന്നെ ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാകുമ്പോ, ഇവിടുന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എന്താ? അള്ളാന്റെ റസൂലിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ. എന്നാൽ റസൂലില്ല. ഇനി നമുക്കുള്ളൊരു മാർഗം എന്താ? ഒറ്റൊരു മാർഗമേ ഉള്ളൂ. അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങുക. നോക്കി, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം എത്രയാ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നത്. അള്ളാഹുവിന്റെ റസൂല് 70 തവണ, ഒരു ഹദീസിലുള്ളത് 100 തവണ, 100 തവണ അല്ലെങ്കിൽ 70 തവണ അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കാൻ, ഇസ്തിഗ്ഫാർ നടത്താണ്. നമ്മൾ ആലോചിക്കും, നമ്മൾ ഇസ്തിഗ്ഫാറിന് വേണ്ടി നിസ്കാരം കഴിഞ്ഞാൽ തന്നെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പോലും നമുക്ക് അത്രമാത്രം കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഒരു ശ്രദ്ധ പോലും കിട്ടാത്തുള്ള പ്രാർത്ഥനയാണ്. എന്നിട്ടും നമുക്കൊരു ബേജാറില്ല. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാർത്ഥമായി ഇരുന്നു കൊണ്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം. ഇന്ന് ഈ ഒരു ഉച്ചയാകുന്നത് വരെ നമ്മൾ ആലോചിക്കും, നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ എന്തൊക്കെ പ്രവർത്തികളിൽ എന്തൊക്കെ നമ്മൾ ചെയ്തു. അപ്പൊ ഈ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും പലതരത്തിലുള്ള അബദ്ധങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഒന്ന് പുറത്തിട്ടെ,
ഇവിടുന്ന് തീരുന്നതിന് മുമ്പ് പടച്ച തമ്പുരാൻ നമുക്ക് ഇതൊക്കെ ഒന്ന് പുറത്തരണ്ടേ, അതിനെന്ത് ചെയ്യണം? ആത്മാർത്ഥമായിരിക്കണം. അപ്പൊ ഇരുന്ന് അള്ളാഹുവിനോട് പറയുക. അങ്ങനെ പശ്ചാത്തപിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടായി കഴിഞ്ഞാൽ നിരന്തരമായി അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ഉണ്ടാവേണ്ട 2 ഗുണങ്ങളാണ് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയും നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക. ഇത് പറയാൻ കാരണം, ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിരന്തരമായ പരീക്ഷണങ്ങളിലൂടെയാണ് പലരും കടന്നു പോകുന്നത്. ഒരാള് അസുഖം അങ്ങ് മൂർച്ഛിച്ചപ്പോ അദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെ വന്നത് ഒരു പ്രതീക്ഷയില്ലാത്ത, അല്ലെങ്കിൽ ഒരു ദൈവനിഷേധത്തിൻ്റെതായ ഒരവസ്ഥയിലേക്കുള്ള സംസാരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ വരും. ഈ ദുനിയാവാണ് എന്ന്, ഈ ദുനിയാവിൽ അതുണ്ട് എന്നത് ഉറപ്പാണ്. അതിനാണ് ഈ ദുനിയാവ് സംവിധാനിച്ചത്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാനുള്ള ബോധ്യമാണ്. നമ്മൾ എന്ത് സംഭവിച്ചാലും പടച്ചവനിൽ തവക്കുൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് വന്നത് അത് ഖൈറിന് വേണ്ടി മാത്രമാണ്. ഒരസുഖം വന്നു, ഒരു ദുരന്തം വന്നു, വലിയൊരു പ്രകൃതി ദുരന്തം വന്നു, അല്ലെങ്കിൽ മറ്റെന്ത് വന്നാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നിരാശപ്പെടേണ്ടതില്ല. അവൻ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. അത് വിശ്വാസിയുടെ ഗുണമാണ്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. അള്ളാഹുവിൽ തവക്കുൽ ചെയ്തോ അവൻ അല്ലാഹ് മതി, അവൻ അള്ളാഹു മതി. അപ്പൊ നമുക്ക് അള്ളാഹുവിൽ അങ്ങ് തവക്കുൽ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പഠിച്ചോനെ. അപ്പൊ തവക്കുലിന്റെ ഒരു കൃത്യമായ ഹക്ക തവക്കുലിയൻ തവക്കുൽ അതിന്റെ കൃത്യമായ ഒരു അവസ്ഥയിലാണെങ്കിൽ ഉറപ്പാണ് ആ വിഷയം അള്ളാഹു ഏറ്റെടുക്കും. അള്ളാഹു നമ്മളെ സഹായിക്കും. അങ്ങനെ നമ്മൾ തവക്കുൽ ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് നിരന്തരമായി പ്രാർത്ഥിക്കണമെന്നാണ്. ഒരു വിഷയം വന്ന് ഈ വിഷയത്തിൽ എനിക്ക് ഒരു പരിഹാരം ഉണ്ടാക്കി തരണ്ടേ. ആരോട് ആദ്യം പറയണ്ടേ? ഇപ്പൊ ചെരുപ്പിന്റെ വയററ്റാൽ പോലും നമ്മൾ ആദ്യം പറയേണ്ട അള്ളാഹിനോടാണ്. പക്ഷെ നമ്മൾ ആദ്യം പറയാം എന്ത് വന്നാലും ഛേ എന്നാ പറയാ. അങ്ങനെയല്ല പറയണ്ടേ. എന്ത് വന്നാലും പടച്ചൻ അൽഹംദുലില്ലാ, പടച്ചോനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. ഇവിടുത്തെ എന്തെന്നൊരു പരിഹാരം ഉണ്ടായി തന്നെ. പടച്ചോൻ മാറ്റണം എന്ന് വിചാരിച്ചാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് മാറുക തന്നെ ചെയ്യും. അതിന് റബ്ബിനോട് ആദ്യം നമ്മൾ പറയേണ്ടത് റബ്ബിനോടാണ്. എന്ത് സംഭവം വന്നു കഴിഞ്ഞാലും ആദ്യം പറയേണ്ടത് അള്ളാഹുവിനോട്. പടച്ചോനെ ഇതിനൊരു തുറവുണ്ടാവും. അപ്പൊ ആ ഒരു പ്രാർത്ഥനയും തവക്കുലും നമ്മൾ നിരന്തരമായി ഉണ്ടാക്കിയെടുക്കണം. ആ പ്രാർത്ഥിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ പരിഗണന ഉണ്ടാകുക. ഖുൽ മാ യഅബുബികും റബ്ബി ലൗലാ ദുആഉകും ഫഖദ് കദ്ദബതും ഫസൗഫ യകൂനു ലിസാമ. നിങ്ങൾ പ്രാർത്ഥനയിൽ ഇല്ലായിരുന്നുവെങ്കിൽ റബ്ബ് നിങ്ങളെ പരിഗണിക്കുക പോലും ഇല്ലാന്നാണ്. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം, ഒരു പ്രതിസന്ധി ഒരാൾക്ക് വന്നപ്പോ അയാള് എന്ത് ചെയ്യാണ്? നിരാശപ്പെട്ടു പോവാണ്. അതുകൊണ്ട് നിരാശപ്പെടണ്ട. നമുക്കൊക്കെ ഓരോ പ്രതിസന്ധികൾ ഉണ്ടാവും. ആ പ്രതിസന്ധികളിൽ നിന്ന് ആദ്യം റബ്ബിനോട് ചോദിച്ചു നോക്കി, ആ റബ്ബ് മാറ്റിത്തരും. അതിന് അത്തരം ഒരു പ്രതീക്ഷയോടുകൂടി, അത്തരം ഒരു ഈമാനോടുകൂടി, ഒരു യഖീനോടുകൂടി അള്ളാഹുവിനോട് നമ്മൾ പറഞ്ഞു നോക്കി, ആ വിഷയം പടച്ചോങ്ങനെ മാറ്റിത്തരും. നമുക്ക് ഹൈറാണെങ്കിൽ
ഇനി അത് ഉണ്ടാവുകയാണ് നമുക്ക് ഹൈറെങ്കിലോ അത് അള്ളാഹു നമുക്ക് തരും. അതിന് നമുക്ക് ക്ഷമിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം അള്ളാഹു നാളെ നമുക്ക് പരലോകത്ത് നൽകുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഉൾക്കൊള്ളുന്ന, അങ്ങനെ വിശ്വാസത്തെ ശക്തമാക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. അള്ളാഹു എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങൾക്ക് നീ ആശ്വാസവും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ എല്ലാവിധ സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും കടങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുവെ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവല് നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. السلام.